ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കറണ്ട് അഫെയർസ് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. റിപ്പീറ്റഡ്ലി ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ്. അപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു ഇഷ്യൂ മധ്യപ്രദേശ് ഹൈക്കോർട്ടിൻ്റെ ഇൻഡോർ ബെഞ്ചിലും എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ന്യൂസിലേക്കൊന്ന് പോകാം. ദ ഇൻഡോർ ബെഞ്ച് ഓഫ് മധ്യപ്രദേശ് ഹൈക്കോർട്ട് ഹാസ് ഓർഡേഡ് ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ടു കണ്ടക്ട് എ സയൻറ്റിഫിക് സർവേ ഓഫ് ദ ഭോജ്ശാല ടെമ്പിൾ കമൽ മൗല മോസ്ക് കോംപ്ലക്സ് ഇൻ ദാർ ഡിസ്ട്രിക്ട് ടു ക്ലാരിഫൈ ഇറ്റ്സ് ഒറിജിനൽ നേച്ചർ. ഭോജ്ശാല ടെമ്പിൾ കമൽ മൗല മോസ്ക് കോംപ്ലക്സ്. അപ്പോൾ ഒരു ടെമ്പിൾ മോസ്ക് കോൺഫ്ലിക്റ്റ് ആണ് എന്നീ ന്യൂസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊരു ടെമ്പിളാണോ ഒരു മോസ്ക് ആണോ? അപ്പോൾ അതിനെ ചൊല്ലിയുള്ള ഒരു തർക്കം നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പണ്ടൊരു ടെമ്പിൾ ആയിരുന്നെന്നും പിന്നീട് അത് മോസ്കാക്കി മാറ്റിയതാണെന്നും ഒരു വിഭാഗം വാദിക്കുന്നു. അങ്ങനെയല്ല, ഇതൊരു കംപ്ലീറ്റ്ലി ഒരു മോസ്ക് ആണെന്ന് മറ്റൊരു വിഭാഗവും വാദിക്കുന്നു. അങ്ങനെ അത് ഇപ്പോൾ മധ്യപ്രദേശിലെ ഇൻഡോർ ബെഞ്ച് ഓഫ് അല്ലെങ്കിൽ മധ്യപ്രദേശ് ഹൈക്കോർട്ടിൽ അത് കേസ് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പലതവണ ഈ ഒരു ടോപ്പിക്, ഈ പറയുന്ന ഭോജ്ശാല ടെമ്പിൾ കമൽ മൗല മോസ്ക് കോംപ്ലക്സ് ന്യൂസിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആകുന്നു. ആർട്ട് ആൻഡ് ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് ഈ ഭോജ്ശാല ടെമ്പിൾ അല്ലെങ്കിൽ പിന്നീട് അത് കമൽ മൗല മോസ്കായി മാറിയത് എങ്ങനെയാണെന്നുള്ളതിനെ ബേസ് ചെയ്ത് പല ചോദ്യങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചർ പെർസ്പെക്റ്റീവിലും ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിലും നമ്മൾ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കതിലേക്ക് ഒന്ന് പോയി നോക്കാം. ദ ഭോജ്ശാല ടെമ്പിൾ കമൽ മൗല മോസ്ക് കോംപ്ലക്സ് വാസ് ഒറിജിനലി എ ടെമ്പിൾ ഓഫ് ഗോഡസ് സരസ്വതി ബിൽറ്റ് ബൈ പരമാര കിങ് ഭോജ ഇൻ 11th century AD. അപ്പോൾ AD 11ാം നൂറ്റാണ്ടിൽ പരമാര ഡൈനാസ്റ്റിയിൽപ്പെട്ട ഭോജ എന്ന് പറയുന്ന രാജാവ് നിർമ്മിച്ച ഒരു സരസ്വതി ടെമ്പിൾ ആണിതെന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഇതിനെതിരെയും ആർക്കിയോളജിസ്റ്റുകളുടെ ഇടയിൽ വാദമുണ്ട്. കാരണം അവിടെ നിന്ന് കണ്ടെടുത്ത ഒരു സ്റ്റാച്ചു ഉണ്ട്, ഒരു മാർബിൾ സ്റ്റാച്ചു ഉണ്ട്. ഈ സ്റ്റാച്ചു ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ജൈനമത വിശ്വാസികളുടെ അവരാരാധിക്കുന്ന അംബിക എന്ന് പറയുന്ന ഒരു ഗോഡസ് ആണെന്ന് കുറേ ആളുകൾ വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ അണ്ടറിൽ വാഗ്ദേവത എന്നുള്ളൊരു പരാമർശമുണ്ട്. വാഗ്ദേവത എന്ന് വിളിക്കുന്നത് സരസ്വതിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുതിയൊരു ഇൻഫർമേഷൻ പറയുന്നത് ഇതൊരു സരസ്വതി ടെമ്പിൾ ആണെന്നും അത് നിർമ്മിച്ചത് പരമാര കിങ്ങായ ഭോജ 11ാം നൂറ്റാണ്ടിലോ ആണെന്നുള്ളതാണ് പുതിയ തെളിവുകളിലൂടെ പുറത്തു വരുന്നത്. ഞാൻ പറഞ്ഞു, ഏർലി ടൈമിൽ ഇത് അംബിക സ്റ്റാച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇത് സൂക്ഷിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ സ്റ്റാച്യുവുമായി ബന്ധപ്പെട്ട് അതിലെഴുതിയിരിക്കുന്ന സാൻസ്ക്രിറ്റ് പ്രാകൃത ലിഖിതങ്ങളിൽ വാഗ്ദേവത എന്നുള്ളൊരു പരാമർശമുണ്ട്. വാഗ്ദേവത സരസ്വതിയാണ്, അതുകൊണ്ട് ഇതൊരു സരസ്വതി ടെമ്പിൾ ആണെന്നാണ് പുതിയ കണ്ടെത്തലുകൾ. ഇനി നമുക്ക് ഈ പരമാര ഡൈനാസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ ഇത്തവണ ഈ ഒരു ടോപ്പിക്ക് കത്തിക്കയറി നിൽക്കുന്നത് കൊണ്ട് പരമാര ഡൈനാസ്റ്റിയെക്കുറിച്ചും ചോദ്യങ്ങൾ വന്നേക്കാം. ദ പരമാര ഡൈനാസ്റ്റി റൂൾഡ് മാൾവ ആൻഡ് സറൗണ്ടിങ് ഏരിയാസ് ഇൻ വെസ്റ്റ് സെൻട്രൽ ഇന്ത്യ ബിറ്റ്വീൻ 9th and 14th century. 9ാം നൂറ്റാണ്ടിനും 14ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള സമയത്ത് മാൾവ റീജിയൻ ക്യാപിറ്റലാക്കിക്കൊണ്ട് ഭരണം നടത്തിയ ഒരു രജപുത് ഡൈനാസ്റ്റിയാണ് പരമാര ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. Most of the Paramara kings were Shaivites and commissioned several Shiva temples, although they also patronized Jainism. അപ്പോൾ നോക്കുക, പരമാര കിങ്സ് അവർ രജപുത്ര ഡൈനാസ്റ്റിയാണ്. അവർ മെജോറിറ്റി ആളുകളും ഷൈവൈറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ശിവ ടെമ്പിൾസ് നിർമ്മിച്ചിട്ടുണ്ട്. ഓൾദോ ദേ ഓൾസോ പാർട്ട്നൈസ്ഡ് ജൈനിസം, അവർ ജൈനിസത്തിനെയും പാർട്ട്നൈസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഭോജ്ശാല ടെമ്പിളിൽ കണ്ടെത്തിയ മാർബിൾ സ്റ്റാച്ചു ജൈന വിശ്വാസപ്രകാരം അവരുടെ അംബിക ഗോഡസ് അംബികയാണെന്നൊക്കെയുള്ള ഒരു ചർച്ചയിലേക്ക് പോയത് ഇവർ ഈ ജൈനിസത്തിനെയും പാർട്ട്നൈസ് ചെയ്തത് കൊണ്ടാണ് എന്ന് വേണം കരുതാൻ. ഇനി 14ാം നൂറ്റാണ്ടിൽ മഹലക് ദേവൻ എന്ന് പറയുന്ന റൂളറായിരുന്നു പരമാര ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് കിങ്. കാരണം
ഇവിടെ ഡൽഹി സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം സ്ലേവ് ഡൈനാസ്റ്റിക്ക് ശേഷം പിന്നീട് ഖിൽജി ഡൈനാസ്റ്റി അധികാരത്തിലേക്ക് വന്നു. ഖിൽജി ഡൈനാസ്റ്റിയിലെ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1305 ഈ പറയുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ ആ സുൽത്താനേറ്റിൻ്റെ ഫോഴ്സ്, ഡൽഹി സുൽത്താൻമാരുടെ ഫോഴ്സ് പരമാര കിങ് ആയിരുന്ന മഹലക് ദേവിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മാൾവ റീജിയൻ പിടിച്ചെടുക്കുകയാണ്. അപ്പം മാൾവ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പരമാര ഡൈനാസ്റ്റി ഭരിച്ചിരുന്ന മാൾവയും അതിൻ്റെ സറൗണ്ടിങ് ഏരിയസും 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അലാവുദ്ദീൻ ഖിൽജി പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ അത് മുസ്ലിം റൂളിൻ്റെ അടിയിലേക്ക് പോകുന്നു. തുടർന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആ ടെമ്പിള് മോസ്കായിട്ട് കൺവെർട്ട് ചെയ്യപ്പെട്ടത്. ഇനി ആ മോസ്കിന്റെ പ്രത്യേകതകൾ, ഇപ്പോൾ അവിടെയുള്ള മോസ്കിന്റെ പ്രത്യേകതകളും കൂടി ഒന്ന് നോക്കി വെക്കുക. ദ മോസ്ക് ഈസ് ബിൽറ്റ് യൂസിങ് സ്ട്രക്ചറൽ മെമ്പേഴ്സ് ഓഫ് ദ ടെമ്പിൾ. ടെമ്പിളിന്റെ സ്ട്രക്ചറൽ മെമ്പേഴ്സ് വെച്ചിട്ടാണ് ആ മോസ്ക് ആക്ച്വലി നിർമ്മിച്ചിരിക്കുന്നത്. ദ മോണുമെന്റ് ഓൾസോ റീറ്റെയിൻ സം സ്ലാബ്സ് ഇൻസ്ക്രൈബ്ഡ് വിത്ത് സാൻസ്ക്രിറ്റ് ആൻഡ് പ്രാകൃത് ലിറ്റററി വർക്ക്സ്. അപ്പോൾ ഈ ഒരു മോസ്കിന്റെ അകത്തുള്ള കുറേ സ്ലാബുകളിൽ ഇപ്പോഴും സാൻസ്ക്രിറ്റിലും പ്രാകൃതിലും എഴുതിയിട്ടുള്ള ലിറ്റററി വർക്കുകളുണ്ട്. അപ്പോൾ ഇതൊരു ഓൾഡ് ടെമ്പിൾ ആയിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് കൂടുതലായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഇനി ഈ ഭോജയെക്കുറിച്ച് കൂടി നമ്മൾ നോക്കണം. കാരണം ഭോജ എന്ന് പറയുന്ന രാജാവാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചതെന്ന് നമ്മൾ പറഞ്ഞു 11-ാം നൂറ്റാണ്ടിൽ. Noted as a great patron of art and literature, King Bhoja is said to have established a school now known as ഭോജശാല. അപ്പോൾ ഈ ഭോജശാല ടെമ്പിളിൻ്റെ അകത്ത് ഭോജശാല എന്ന് പറയുന്ന ഒരു ഏരിയ, അതൊരു ഏരിയയാണ്. ആ ഏരിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ലിറ്റററി വർക്കുകൾ അല്ലെങ്കിൽ ലിറ്ററേച്ചറിനൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ ശാല, ഒരു പഠനശാല തന്നെയായിരുന്നു. അപ്പോൾ ഭോജ നിർമ്മിച്ചത് കൊണ്ടാണ് ഭോജശാല എന്നൊരു പേര് വന്നത്. ഇപ്പം നമ്മൾ പാഠശാല എന്ന് പറയില്ല, അതുപോലെ തന്നെ ഭോജ രാജാവ് നിർമ്മിച്ച ഒരു പഠന കേന്ദ്രമായിരുന്നത് കൊണ്ടാണ് അതിന് ഭോജശാല എന്ന് പേര് വന്നത്. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, അത് സരസ്വതി ടെമ്പിൾ ആണെന്നാണ് ഇപ്പോൾ കൂടുതലായിട്ട് പറയുക. ഏർലിയർ ടൈമിൽ അത് ജൈന ടെമ്പിൾ ആയിരുന്നു. ജൈന ഗോഡസ് അംബികയുടെ രൂപമാണ്, സ്കൾപ്ചറാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളതെന്നാണ് ഏർലി ടൈമിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ലിറ്ററേച്ചർ, അതിനടിയിലുള്ള സാൻസ്ക്രിറ്റ് പ്രാകൃത ലിറ്ററേച്ചറിൽ എഴുതി വെച്ചിരിക്കുന്നത് അംബികയെന്നല്ല വാഗ്ദേവത എന്നുള്ളൊരു മെൻഷനിങ് ഉണ്ട്. അതുകൊണ്ട് അത് സരസ്വതിയാണെന്നാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകളോടുകൂടി പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കോൺട്രവേഴ്സിയിൽ ഇരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആര് ഓർഡർ കൊടുത്തിരിക്കുകയാണ്? മധ്യപ്രദേശ് ഹൈക്കോർട്ട് ഓർഡർ ഇട്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതൽ സയൻറ്റിഫിക് സ്റ്റഡീസ് നടത്തി അതിനൊരു തീരുമാനം അറിയിക്കാനായിട്ട്. ഇപ്പോഴത്തെ ഒരു പ്രസന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ടർ ദ എഗ്രിമെന്റ് വിത്ത് ദ ASI, ഹിന്ദുസ് പെർഫോം പൂജ ഇൻ ദ ടെമ്പിൾ എവറി ട്യൂസ്ഡേ ആൻഡ് മുസ്ലിംസ് ഓഫർ നമസ് എവറി ഫ്രൈഡേ. അപ്പോൾ ട്യൂസ്ഡേസിൽ അവിടെ ടെമ്പിളായിട്ട് പൂജ നടത്തുകയും ഫ്രൈഡേസിൽ അവിടെ നിസ്കാരം നമസ് നടത്താനുമായിട്ടുള്ള ഒരു അനുവാദമാണ് ഉള്ളത്. ഇതാണ് ഇവിടുത്തെ പ്രസന്റ് കണ്ടീഷൻ. അപ്പോൾ ഫ്യൂച്ചറിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വീണ്ടും കറണ്ട് അഫയേഴ്സിൽ ഈ ഒരു ഭോജശാല ടെമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു പുതിയ മോസ്ക് ഇത് ചർച്ചയാവാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ UPSC പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ഭോജശാല ടെമ്പിളിനെ കുറിച്ചും ഭോജ രാജാവിനെ കുറിച്ചും പരമാര കിങ്ഡത്തിനെ കുറിച്ചും പിന്നീട് അലാവുദ്ദീൻ ഖിൽജി ഇത് കീഴടക്കി അതിനുശേഷമാണ് മുസ്ലിം റൂളിൻ്റെ അണ്ടറിൽ വന്ന് ഇത് പിന്നീട് മോസ്കായി മാറ്റപ്പെട്ടതെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹി സുൽത്താനേറ്റിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ പടയോട്ടങ്ങളടക്കം ഈ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. അപ്പോൾ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. കീപ് ഗോയിങ്. പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് ഉടൻ കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.